സ്ഥാനാർത്ഥി നിർണയത്തിൽ കെ സുധാകരൻ അതൃപ്തി എന്നാണ് വാർത്ത. സ്ക്രീനിംഗ് കമ്മിറ്റി നടക്കുന്ന ഡൽഹിയിൽ നിന്നും അദ്ദേഹം മടങ്ങി. കെ സുധാകരന് പ്രതിഷേധമില്ലെന്നും നാട്ടിൽ പരിപാടികളിൽ ഉള്ളതിനാലാണ് തിരികെ പോയതെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞു. വിനിത ബി ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിനിത, അപ്പോ കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ ആഗ്രഹമുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ നേരത്തെ ഒരു സമയത്ത് തുറന്നു പറഞ്ഞതാണ്. നമ്മൾ ആ പോസ്റ്ററിനെ കുറിച്ചൊക്കെ പറഞ്ഞതേ ഉള്ളൂ. അത് പറഞ്ഞോളൂ. അപ്പോൾ എന്ന് പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും ഒരു നയപരമായ തീരുമാനം എംപിമാർ മത്സരിക്കണമെന്ന് തീരുമാനം. എംപിമാർ മത്സരിക്കാൻ ഒരാളെ അനുവദിച്ചാൽ ആഗ്രഹമുള്ള മറ്റാൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആകെ മൊത്തം പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ പോവാണ്. അതിലുള്ള കെ സുധാകരൻ അതൃപ്തി എന്ന കാര്യം കൃത്യമായി തന്നെ അറിയാമല്ലാതെ അതൃപ്തി ഇല്ലാതെ വെറുതെ അതൃപ്തി എന്നൊരു വാർത്ത വരില്ല. അവിടെ നിന്ന് സ്ഥാനാർത്ഥി നിർണ്ണയ ചർച്ചകൾക്കൊന്നും നിൽക്കാതെ തന്റെ അതൃപ്തി അവിടെ അറിയിച്ച് കെ സുധാകരൻ ഇങ്ങോട്ടേക്ക് ഫ്ലൈറ്റ് പിടിച്ചു എന്നാണ് അറിയാൻ കഴിയുന്നത്. പക്ഷേ സണ്ണി ജോസഫ് പറയുന്നത് അങ്ങനെയല്ല, ഇവിടെ എന്താ പരിപാടിയുണ്ട് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുള്ളതാണ്. അതല്ല യഥാർത്ഥ കാരണം. കെ സുധാകരന് എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്ന തീരുമാനത്തിൽ കടുത്ത അതൃപ്തിയുണ്ട്. അദ്ദേഹം കണ്ണൂരിൽ മത്സരിക്കാൻ ഇക്കുറി ആഗ്രഹിച്ചതാണ്. അപ്പോൾ ആ അതൃപ്തി അറിയിച്ച് അദ്ദേഹം മടങ്ങി എന്നുള്ളതാണ്. അപ്പോൾ സ്ഥാനാർത്ഥി നിർണ്ണയത്തിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് വരുമ്പോൾ കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്ന കാര്യം ഒരു സംശയം വേണ്ട. അത് അക്കാര്യത്തിൽ കിറാമുട്ടിയായി നിൽക്കുകയാണ്. ഇത് എന്താണ് ഈ അർത്ഥത്തിൽ എംപിമാർ മത്സരിക്കണമെന്ന കാര്യത്തിൽ ആ തീരുമാനം ഒരു കിറാമുട്ടിയായി നിൽക്കുകയാണ്. ഇത് അതിൽ മാത്രമല്ല, അടൂർ പ്രകാശിനെ മത്സരിപ്പിക്കണമെന്ന് ശിവഗിരി മഠം പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പല ആൾക്കാരുടെയും കാര്യത്തിൽ അപ്പോൾ അതിലേക്ക് ഒരു അടിയന്തര തീരുമാനം, അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇളവ് കൊടുക്കണോ, ഇളവ് കൊടുക്കുന്നെങ്കിൽ ആർക്കൊക്കെ, ഇളവ് കൊടുക്കുന്നില്ല എന്തുകൊണ്ട് എന്നൊക്കെ കാര്യങ്ങളൊക്കെ പറയേണ്ടി വരും. വിനിത വിജി വിവരങ്ങൾ ചേരുന്നു. വിനിത, സണ്ണി ജോസഫ് പറയുന്നത് അതൃപ്തിയല്ല, അത് ഏതോ പരിപാടിയിൽ പങ്കെടുക്കാൻ മടങ്ങിയതാണെന്നാണ് പറയുന്നത്. പക്ഷേ അങ്ങനെയാണോ? ഹഷ്മി, തീർച്ചയായും അങ്ങനൊരു പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ സണ്ണി ജോസഫ് നടത്തിയിരിക്കുന്നത്. ഇന്നലെ അദ്ദേഹം കെ സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. സുധാകരന്റെ വസതിയിലെത്തിയാണ് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയത്. അതിൽ നേരത്തെ തന്നെ നേതൃത്വത്തിന് വലിയൊരു വിയോജിപ്പുണ്ടായിരുന്നു. ഈ സ്ഥാനാർത്ഥി ചർച്ചകളൊക്കെ തന്നെ പുരോഗമിക്കുന്നതിനിടയിൽ സ്വയം താൻ മത്സരിക്കുമെന്നൊക്കെ സുധാകരൻ പ്രഖ്യാപിക്കുകയും ഒപ്പം തന്നെ തനിക്ക് അത് നേരത്തെ തന്നെ ഈ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്നൊക്കെ മാറുന്ന സമയത്ത് ഇത്തരത്തിലേക്ക് അദ്ദേഹം ഒരു നീക്കം നടത്തിയിട്ടുണ്ടായിരുന്നു എന്നാണ് ചില വൃത്തങ്ങളിൽ നിന്നൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും അദ്ദേഹത്തെ പരിഗണിക്കാതെ പോകുന്നതിൽ അദ്ദേഹത്തിന് വലിയ വിയോജിപ്പുണ്ട്. ഇതിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ സുധാകരനെ നേരിട്ട് കണ്ട ഹൈക്കമാൻഡാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ധരിപ്പിച്ചത്. അതിന് പിന്നാലെ ഇന്നലെ രാത്രിയോട് കൂടി തന്നെ സുധാകരൻ ഡൽഹിയിൽ നിന്ന് മടങ്ങുകയാണ്. അദ്ദേഹത്തിന് വലിയ അതൃപ്തി ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് തന്നെയാണ് നമ്മൾ അദ്ദേഹവുമായി അടുപ്പമുള്ള ആളുകളുമൊക്കെയായി സംസാരിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത്. അദ്ദേഹം തിരികെ കണ്ണൂരിലേക്കാണ് മടങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് അതൃപ്തിയോ അല്ലെങ്കിൽ അത്തരത്തിലേക്കുള്ള പ്രതിഷേധങ്ങളോ ഒന്നുമില്ല എന്നാണ് ഇപ്പോൾ KPCC അധ്യക്ഷൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. പൊതുവെ എംപിമാർക്ക് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഒക്കെ അവരുടെ മണ്ഡലങ്ങളിൽ ചില പരിപാടികൾ, അത്തരത്തിലേക്കുള്ള പരിപാടികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് അദ്ദേഹം പോയിരിക്കുന്നതെന്നും അദ്ദേഹവുമായി താൻ സംസാരിച്ചു എന്നുമാണ് KPCC അധ്യക്ഷൻ വ്യക്തമാക്കുന്നത്. പക്ഷേ അങ്ങനെ പറയുമ്പോഴും സുധാകരന്റെ ഏറ്റവും അടുത്ത വൃത്തങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമായിരിക്കുന്ന വിവരം അദ്ദേഹത്തിന് കടുത്ത അതൃപ്തി ഇക്കാര്യത്തിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. കാരണം നേരത്തെ തന്നെ അദ്ദേഹം മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ തന്നെ അദ്ദേഹത്തെ അനുകൂലിച്ചുകൊണ്ടുള്ള പോസ്റ്ററുകളടക്കം വന്നൊരു സാഹചര്യമുണ്ട്. പിന്നാലെയാണ് ഒരു അനുനയ നീക്കം എന്ന തരത്തിലാണ് ഇന്നലെ KPCC അധ്യക്ഷൻ തന്നെ നേരിട്ട് അദ്ദേഹവുമായി അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലെത്തി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിന് പിന്നാലെ മറ്റു ചില നേതാക്കളും ഒക്കെ അദ്ദേഹവുമായി സംസാരിച്ചു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. ഏതാണെങ്കിലും ഈ സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിന് അക്കാര്യത്തിൽ വലിയ അതൃപ്തി ഉണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ആ അതൃപ്തിയിൽ തന്നെയാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിൽ നിന്നും തിരികെ നാട്ടിലേക്ക് യാത്ര തിരിച്ചിരിക്കുന്നത്. ഹഷ്മി, ഓക്കെ. അപ്പോൾ കെ സുധാകരന് കൃത്യമായ അതൃപ്തിയുണ്ട്. അതൃപ്തി അദ്ദേഹം ഹൈക്കമാൻഡിനെ അറിയിച്ചു. അപ്പോൾ ഇനി തീരുമാനം ഹൈക്കമാൻഡാണ്. ആ തീരുമാനം എന്താണ്? നിലവിലുള്ള എംപിമാർ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണോ വേണ്ടേ എന്നതിലാണ് അവർക്ക് എടുക്കേണ്ട അത്യന്തം ദുഷ്കരമായ പക്ഷേ എടുക്കേണ്ടതായ ഒരു തീരുമാനം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.